സഖ്യത്തിന് തിരിച്ചടിയായി മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ നീക്കം. ശരത് പവാർ NCPയിലെ എംപിമാർ ഒന്നാകെ അജിത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ നീക്കം നടക്കുന്നതായി പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നു. 8 എംപിമാരും മറുകണ്ഠം ചാടാൻ നീക്കം നടത്തുന്നതായി ദി ഫ്രീ പ്രസ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പ്രകടനത്തിന് പിന്നാലെയാണ് ശരത് പവാർ പക്ഷത്തെ നേതാക്കൾ മറുകണ്ഠം ചാടാൻ ഒരുങ്ങുന്നത്. 8 എംപിമാർ അജിത് പവാറിനെ ബന്ധപ്പെട്ടതായാണ് വിവരം. ഇവരുടെ പേരുവിവരങ്ങളോ വിശദാംശങ്ങളോ പുറത്തു വന്നിട്ടില്ല. BJPയുടെ നിർദ്ദേശപ്രകാരം ശരത് പവാർ പക്ഷത്തെ നേതാക്കളെ അടർത്തി മാറ്റാൻ അജിത് പവാർ നീക്കം നടത്തുന്നതായി അടുത്തിടെ മഹാവികാസ് അഘാഡിയിലെ ശിവസേന ഉദ്ധവ് പക്ഷം നേതാവ് അജയ് റാവത്ത് ആരോപിച്ചിരുന്നു. BJPയുടെ നിർദ്ദേശപ്രകാരം ശരത് പവാർ പക്ഷത്തെ നേതാക്കളെ അടർത്തി മാറ്റാൻ അജിത് പവാർ നീക്കം നടത്തുന്നതായി അടുത്തിടെ മഹാവികാസ് അഘാഡിയിലെ ശിവസേന ഉദ്ധവ് പക്ഷം നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചിരുന്നു. അതേസമയം ശരത് പവാർ പക്ഷം ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാരിനൊപ്പം ചേരാൻ നീക്കം നടക്കുന്നതായും അഭ്യൂഹമുണ്ട്. മകൾ സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം നൽകിയാൽ BJPയുമായി സഖ്യമാകാമെന്നാണ് ശരത് പവാറിന്റെ നിലപാടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. നേരത്തെ ബാരാമതി എംപിയും ശരത് പവാർ NCP നേതാവുമായ സുലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസിനെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു. പുതിയ സർക്കാരിൽ ഫഡ്നാവിസ് എന്ന ഒരൊറ്റയാളാണ് ഏറ്റവും കൂടുതൽ അധ്വാനം ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവരൊന്നും ചിത്രത്തിലേ ഇല്ലെന്നുമായിരുന്നു അവർ അന്ന് പ്രശംസിച്ചത്. ഏകാഗ്രതയോടെ ഒരു മിഷൻ മോഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഫഡ്നാവിസ്. അത് നല്ല കാര്യമാണെന്നും അദ്ദേഹത്തിന് എല്ലാ നന്മയും നേരുന്നുവെന്നും സുപ്രിയ സുലെ ആശംസിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ അജിത് പവാർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്ന് പവാർ കുടുംബം ഒന്നായി മാറാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായി അടുത്തിടെ അജിത്തിന്റെ മാതാവ് വെളിപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു. ഇരു പാർട്ടികളും ഒന്നിക്കാൻ നീക്കം നടക്കുന്നതായാണ് ഇതിന് പിന്നാലെ വാർത്തകൾ പ്രചരിച്ചത്. 2023 ജൂലൈയിലാണ് NCP പിളർത്തി അജിത് പവാർ BJP സഖ്യത്തിനൊപ്പം ചേരുന്നത്. 20ലേറെ MLAമാരുമായായിരുന്നു അജിത് കൂടുമാറിയത്. പിന്നാലെ BJPയും ഏക്നാഥ് ഷിൻഡെ ശിവസേനയും ചേർന്നുള്ള മഹായുതി സർക്കാരിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ തിരിച്ചടിയാണ് നേരിട്ടത്. മത്സരിച്ച 4 സീറ്റിൽ ഒരിടത്തും മാത്രമാണ് ജയിക്കാനായത്. എന്നാൽ 8 സീറ്റുകൾ ശരത് പവാർ പക്ഷം കരുത്ത് തെളിയിച്ചു. BJP ഞെട്ടിച്ച MVA മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കാനും പാർട്ടിക്കായി. BJP വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സംസ്ഥാനത്ത് ആകെ 48 സീറ്റിൽ 31 നേടിയത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ MVA ആയിരുന്നു. 13 സീറ്റ് നേടി കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തിയപ്പോൾ ഉദ്ധവ് സേന 9ഉം ശരത് പവാർ NCP 8 സീറ്റും നേടി കരുത്ത് അറിയിക്കുകയായിരുന്നു. Okay? Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. Hello, DQ. Thank you. GPS shows that you're heading home. Shall I turn on the air conditioner? Yes, please. ഫ്യൂച്ചർ ഇതാണ്. ഇവിടെയെല്ലാം ടെക്നോളജി നമുക്കായി പ്രവർത്തിക്കും. നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാര്യങ്ങളിൽ വരെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അതിനായി നാം ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകണം. I'm back. Welcome home. നമ്മൾ ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് മോർ ഈസി ആൻഡ് സിമ്പിൾ ആകും. The jacuzzi temperature is now set for your bath. Thank you. You have an email notification. Hold on. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ go with the experts. Oxygen, the digital expert.